2025 JEE സ്പേസ് 1 എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ചരിത്ര വിജയമെന്നും അതായത് ഇതുവരെ കാണാത്ത വിജയമെന്നും ഒക്കെ ബ്രില്യന്റിന്റെ വിജയങ്ങളെ പറഞ്ഞ് ഇനി ബ്രില്യന്റിന്റെ വിജയത്തിനെ പറയാനായിട്ട് ഒരു വാക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 300-ലധികം കുട്ടികളാണ് 99% മുകളിലേക്ക് മേടിച്ചിരിക്കുന്നത്. 16 കുട്ടികളോളമാണ് നമുക്ക് 99.9% മുകളിലേക്ക് മേടിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ ഈ വർഷം തുടങ്ങിയപ്പം ഹോസ്റ്റലുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഹോസ്റ്റലുകളുടെ വിജയങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ? നമുക്ക് ലിബർട്ടി ഹോസ്റ്റലിലെ കുട്ടികൾക്ക് എത്ര പേർക്കാണ് ഈ റിസൾട്ട് കിട്ടിയെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? കാരണം ലിബർട്ടി ഹോസ്റ്റൽ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരൊറ്റ ഹോസ്റ്റലിൽ നിന്ന് തന്നെ 75-ലധികം കുട്ടികളാണ് 99% മുകളിലേക്ക് മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം. ആക്ച്വലി നമ്മുടെ എല്ലാ മിടുക്കന്മാരും ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, JEE അഡ്വാൻസ്ഡ് ആണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ വീടുകളിലൊക്കെയാണ് അവരുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള മിടുക്കന്മാരെ മാത്രമേ നമുക്ക് കുറച്ച് പേരേ ഉള്ളൂ. അവരുടെ സമയം നമുക്ക് ഒത്തിരി കളയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ ഡൗട്ട് ക്ലിയറൻസിന് സാർമാർ പുറകിൽ നിൽപ്പുണ്ട്. മാത്രമല്ല ഇവിടെ വിലപ്പെട്ട സമയം, അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യാനുള്ള വിലപ്പെട്ട സമയമാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി സമയം കളയാൻ ഞാൻ പെട്ടെന്ന് ഇവരോട് 1-2 പേരോട് ഈ എക്സാമിനെ കുറിച്ചും സ്കോറിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും തക്കേന്ന് ചോദിക്കാം. പേരെങ്ങനെ? അൻമോൾ ബൈജു. അൻമോൾ. നാടെവിടാണ്? കോഴിക്കോട്. എത്ര പെർസെന്റേജ് ഉണ്ട്? 99.56. ഏത് സെഷൻ എക്സാം എഴുതിയത്? 22 സെഷൻ 1. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എത്ര സ്കോർ ഉണ്ട് എക്സാമിന്? 180 സംതിങ്. ഹാപ്പി അല്ലേ? അപ്പൊ അഡ്വാൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ആളോട് ചോദിക്കാം. ലഭിച്ചു. പേരെങ്ങനെ? എന്റെ പേര് ബ്ലസ്സൻ. ബ്ലസ്സന്റെ നാടെവിടാ? എന്റെ കോട്ടയം. ഇവിടെ തന്നെ കോട്ടയംകാരൻ തന്നെ. ബ്ലസ്സൻ ഏത് സെഷൻ എക്സാം എഴുതിയത്? ഞാൻ 20 സെഷൻ 1. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സീരിയസ്ലി എക്സാം പാടായിരുന്നു. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. എത്ര സ്കോർ ഉണ്ട്? അറൗണ്ട് മാർക്ക് 169. അറൗണ്ട് 169. എത്ര പെർസെന്റേജ് ആണ്? എനിക്ക് 99.5. ഓക്കെ. പേരെങ്ങനെ? ആസിം നാടെവിടെ? എത്രയുണ്ട് പെർസെന്റേജ്? 99.08. ഏത് സെഷൻ എക്സാം? ഏത് ദിവസത്തെ എക്സാം എഴുതിയത്? 24S2. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എത്ര പെർസെന്റേജിലാണ് മാർക്കിലേക്ക് വന്നത്? 99.08 അല്ലേ? എത്ര സ്കോറാ ഉള്ളത്? 202 ആണുള്ളത്. ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഒരു സബ്ജക്റ്റിന് 100% ആണെന്ന് കേട്ടു. ശരിയാണോ? ഏതിനാ? ഫിസിക്സിന് 100% കിട്ടിയ മിടുക്കനാണ് നമ്മുടെ കൂടുതലുള്ളത്. അപ്പം അടുത്ത ഫേസ് ഒക്കെ എഴുതാൻ പോകുന്നവരോട് ഫിസിക്സിനെ കുറിച്ച്, ഫിസിക്സ് എങ്ങനെ പഠിക്കണം എന്നൊന്ന് പറയാമോ? ഈ 100% കിട്ടിയതിന്റെ പിറകിലുള്ള ഒരു രഹസ്യമാണ് ചോദിക്കുന്നത്. PYQ കൂടുതലും ചെയ്തു. പിന്നെ നോട്ട്സ് ചെയ്യണം. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. ഇനി അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ? ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടുതൽ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുക. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് മറ്റൊരു മിടുക്കനെ പരിചയപ്പെടാം. പേരെന്തുവാ? ഹരിനന്ദൻ. വീട് എവിടെ? മലപ്പുറം. ഹരിനന്ദൻ എത്ര പെർസെന്റേജ് മാർക്കുണ്ട്? 99.92. ഓക്കെ. ഏത് സെഷൻ, ഏത് ഡേറ്റിൽ എക്സാം എഴുതിയത്? 52. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര സ്കോർ എത്രയാണ്? 256. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാത്ത എക്സാം ആണെന്ന് നമുക്ക് പറയാം അല്ലേ? പിന്നെ ഇതിനകത്ത് നിനക്ക് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. എന്തുവാ? 100%. ഫിസിക്സിന് 100%. അപ്പൊ ഈ ഫിസിക്സിന് 100% കിട്ടിയതിന്റെ മാജിക് ഒന്ന് പറഞ്ഞു. സിലബസ് കവർ ചെയ്യാം, മാക്സിമം ക്ലാസ് ഫോളോ ചെയ്യാം. ഓക്കെ. പിന്നെ PYQ കൂടുതലായിട്ടും ചെയ്യാം. നമുക്ക് ഒത്തിരി സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ. ഇനിയിപ്പം നമ്മൾ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ഓൾറെഡി നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ എനിക്കറിയാം. എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാണ്. അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് പറയാം. ഡെപ്തിൽ പഠിക്കണം. സിലബസ് കവർ ചെയ്തില്ലെങ്കിലും പഠിച്ചത് നല്ലോണം ഡെപ്തിൽ കവർ ചെയ്യാം. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സിലബസ് കവർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് പഠിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി അല്ലേ? താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. പേരെന്താ? സഹലിന്റെ നാട് എവിടെ? മലപ്പുറം. സഹലെ എക്സാം ഏത് ഡേറ്റിന്റെ എക്സാം എഴുതിയത്? 24 ഷിഫ്റ്റ് 1 രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് എക്സാം ആണ് എഴുതിയത്. എത്രയുണ്ട് പെർസെന്റേജ്? 99.4. എത്രയാണ് ആ ദിവസത്തെ എക്സാമിന് സ്കോർ കിട്ടിയത്? 187. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മോഡറേറ്റ് എക്സാം ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലെ? എക്സാമുകളിൽ ഏത് എക്സാമിന് ഇത് സബ്ജക്ട് വൈസ് ഏതായിരുന്നു നമ്മുടെ ഫേവറേറ്റ്? കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രിയുടെ ആ ഒരു വിജയം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പിള്ളേർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. JEE മെയിൻസിന് പഠിക്കുന്നതായിരുന്നു നമുക്ക് ആദ്യം വരെ. കാരണം വെച്ചാൽ ഇനി phase 2 വരുന്നുണ്ടല്ലോ. അപ്പൊ phase 1 സക്സസ് കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ phase 2 എഴുതാൻ പോകുന്ന ആൾക്കാർക്കല്ലേ മോട്ടിവേഷൻ ആകുന്നത്.
അപ്പൊ അതുകൊണ്ട് പറ എങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രിക്ക് NCERT ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്? പിന്നെ കൺസെപ്റ്റും കൺസെപ്റ്റ്. ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷമാണ് NCERT പഠിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അതാണ് പഠിക്കേണ്ടത്. ഇനി അഡ്വാൻസ്ഡിലേക്കുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്? കെമിസ്ട്രി അഡ്വാൻസിൽ നോക്കുന്നത് ബേസിക്സ് ആണ്. ബേസിക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിലുള്ള NCERT പറഞ്ഞ കാര്യങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്. അതായത് മെയിൻസിൽ നിന്നും അഡ്വാൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു ചേഞ്ച് എന്താണെന്നാ ചോദിക്കുന്നത്? ചേഞ്ച് പുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. പുതിയ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റൈലിലുള്ള ചേഞ്ച് എങ്ങനെയായിരിക്കണം? നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് ശീലിക്കണം. പിന്നെ നമ്മളെ ഇമാജിനേഷനും വിഷ്വലൈസേഷനും ഒക്കെയാണ്. ഇമാജിനേഷൻസും വിഷ്വലൈസേഷൻസും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ നല്ലൊരു ചേഞ്ച് ഉണ്ട്. മെയിൻസിന്റെ പ്രിപ്പറേഷനും അഡ്വാൻസിന്റെ പ്രിപ്പറേഷനും തമ്മിൽ നല്ല ചേഞ്ച് ഉണ്ട്. പിന്നെ അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കാൽക്കുലേഷൻ വൈസ് ലെങ്തി ആവില്ല. ഇല്ല, ഓക്കെ, ശരി. കാൽക്കുലേഷൻ വൈസ് ലെങ്തി ആവത്തില്ല. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതായത് കൺസെപ്ച്വലി ആണത് ലെങ്തി ആകുന്നെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. പേരെങ്ങനെ? കൃഷ്ണാർപിത്. വീട് എവിടാ? എറണാകുളം. ഏത് ദിവസത്തെ എക്സാം എഴുതിയത്? 24th ഷിഫ്റ്റ് 1. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മോഡറേറ്റ് എക്സാം ആയിരുന്നു. എത്ര പെർസെന്റേജ് കിട്ടിയത്? എത്രയാണ്? 99.73 ആണ് കിട്ടിയത്. 739. ഓക്കെ. അത് ഡെസിമൽ ആ നമ്പറുകൾക്കൊക്കെ വലിയ പ്രത്യേകത ഉണ്ടല്ലേ? അതിനിടയ്ക്ക് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് കിട്ടിയ സ്കോറിന് എത്ര കുറച്ച് കാണാൻ പറ്റും അല്ലേ? അത് വേണം തന്നെ, തീർച്ചയായിട്ടും അങ്ങനെ പറയണം. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 219 ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ആ എക്സാം ഇത്തിരി മോഡറേറ്റ്, അതായത് ഒരു ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ, ഇപ്പൊ JEE മെയിൻസിന്റെ പ്രിപ്പറേഷനിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ച് പറയും? നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റൈൽ നമുക്ക് കൃത്യമായിട്ട് നടത്തി കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയ ആ ഒരു സബ്ജക്ട് കെമിസ്ട്രി തന്നെ ആയിരിക്കും. അതായത് എങ്ങനെയായിരുന്നു നമ്മുടെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ? കെമിസ്ട്രിയുടെ മെയിൻസിന് വേണ്ടി ബേസിക്സും NCERT ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. കെമിസ്ട്രിയിൽ മെയിൻസിനെ കുറിച്ച് പറയുമ്പോൾ അഡ്വാൻസ് പോലെ അത്രയ്ക്ക് കൺസെപ്ച്വൽ അല്ല, കുറേയൊക്കെ ഫോർമുല വെച്ച് ലെങ്തി. ഈ വർഷം ഫിസിക്കൽ ആണെങ്കിൽ നല്ല കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ NCERT തറവാക്കണം. ഓർഗാനിക്കും ഇനോർഗാനിക്കിന് NCERT ആണ്. NCERT ഒരു ബൈബിൾ പോലെ കുറേ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കണം. ഓർഗാനിക്കിനും NCERT നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തെ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് തറവായാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാത്തമാറ്റിക്സിനെ കുറിച്ച് ചോദിച്ചാലോ? മാത്തമാറ്റിക്സ് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ലെങ്തി ആയിരുന്നു, ടഫും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമുക്ക് സെറ്റ് ആയിരുന്നു. ഇനി മെയിൻസിൽ നിന്നും അഡ്വാൻസിലേക്കുള്ള പെട്ടെന്നുള്ള സ്റ്റഡി ചേഞ്ച് എങ്ങനെയാണ്? സ്റ്റഡി ചേഞ്ച് അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇത്രയും കാലം, അതായത് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, പെട്ടെന്ന് ഇനി അഡ്വാൻസിന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു വ്യത്യാസം? മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മെയിൻസിൽ നിങ്ങളുടെ മെമ്മറിയും കാൽക്കുലേഷൻ സ്കിൽസ് ആണ് കൂടുതൽ ടെസ്റ്റ് ചെയ്യുക. അഡ്വാൻസിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സബ്ജക്ട് നോളജ്. അതെ. കെമിസ്ട്രി ഒക്കെ പറയുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഒന്നും വർക്ക് ചെയ്യില്ല. അത് കോൺസെപ്ച്വലി നമ്മൾ ഓരോ കേസിന് വേണ്ടി സോൾവ് ചെയ്യേണ്ടി വരും. ഓർഗാനിക് ആണെങ്കിൽ മെക്കാനിസത്തിന്റെ നോളജ് വേണം, ചുമ്മാ റിയാക്ഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ നടക്കില്ല. അഡ്വാൻസിന് മാത്സ് ആണെങ്കിലും അത് വേറൊരു ലെവലായിരിക്കും. നമ്മൾ ശരിക്കും കൺസെപ്ച്വലി നല്ല സ്ട്രോങ് ആണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ആൻസേഴ്സും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഫിസിക്സിന്റെ കാര്യം പറഞ്ഞില്ല. ഫിസിക്സും ഇതുപോലൊക്കെ തന്നെ. ഫിസിക്സ് എനിക്ക് പേഴ്സണലി ഫിസിക്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് വീക്കാ. പക്ഷെ ഫിസിക്സും അതെ, മെയിൻസിന് ഒത്തിരി ഡിഫറൻസ് ഉള്ള സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫറൻസ് ഫിസിക്സിന് തന്നെ ആയിരിക്കും. ഫിസിക്സും ഇതുപോലൊക്കെ തന്നെ നല്ല ഡെപ്തിൽ പഠിക്കണം. പഠിക്കുന്ന സാധനം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതാണ് എല്ലാവരും പറയുന്നത്. ഇത് പഠിക്കുന്ന സംഗതികൾ വളരെ ഇൻ ഡെപ്തിൽ പഠിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. കൺഗ്രാജുലേഷൻസ്. എന്താ പേരെങ്ങനെ? ദാനി. തന്നിയുടെ വീട് എവിടാ? കോഴിക്കോട്. ദാനി ഏത് ദിവസത്തെ ഏത് ഷിഫ്റ്റ് എക്സാം എഴുതിയത്? 24 ഷിഫ്റ്റ് 1 ആണ് എഴുതിയത്. എത്ര പെർസെന്റേജിലാണ് മാർക്ക്? 99.91. നമ്മുടെ ബിടുക്കന്മാരിൽ ഒരാളാണ് കേട്ടോ. ആ 16 ഒരാളാണ്. അതായത് ഇന്ത്യയുടെ സെൻസേഷനിൽ ഒരാളാണ് അല്ലേ? അതെ. അപ്പോൾ എത്ര ഉണ്ടായിരുന്നു സ്കോർ? 242. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എക്സാം ഒരു മോഡറേറ്റ് എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ എക്സാമിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോന്നും എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി സിമ്പിൾ ആയിരുന്നു. ഫിസിക്സ് കെമിസ്ട്രിനേക്കാളും സിമ്പിൾ ആയിരുന്നു. കെമിസ്ട്രി NCERT വായിക്കണം. ഫിസിക്സ് ആണെങ്കിലോ? ഫിസിക്സ് കുറച്ച് കൺസെപ്റ്റ് അറിയെങ്കിൽ കിട്ടുന്നതല്ലോ. മാത്തമാറ്റിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? മാത്തമാറ്റിക്സ് ലെങ്തി ആയിരുന്നു, പിന്നെ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല, ടഫ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഇടയിലുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെയും പെർസെന്റേജ് ഒന്ന് പറയാമോ? ഫിസിക്സിന് എത്രയായിരുന്നു? ഫിസിക്സിന് 99.7.
കെമിസ്ട്രി കെമിസ്ട്രിക്ക് 99.99, ഓക്കെ, മാത്തമാറ്റിക്സ് മാത്സിന് 99.5. ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ IIT-യുടെ പ്രിപ്പറേഷൻ, അപ്പം നിങ്ങൾ എക്സാം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു കാണുമല്ലോ. അഡ്വാൻസിൻ്റെ മെയിൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അഡ്വാൻസിലേക്ക് മാറുമ്പോഴുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ചേഞ്ച്, അതായത് എന്താണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്? ഫിസിക്സ് ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ ഓരോ ചാപ്റ്റർ ഇൻഡിവിജ്വലായിട്ട് പിക്ക് ചെയ്തിട്ട് അതിലുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. എന്നിട്ട് കൺസെപ്റ്റ് അറിയോ നോക്കും. കൺസെപ്റ്റ് അറിയാൻ വിചാരിച്ചു കൺസെപ്റ്റ് ഇപ്പോൾ അറിയോ നോക്കും. പിന്നെ കെമിസ്ട്രി ആകുമ്പോൾ NCERT വായിച്ച് പഠിച്ചൊരു നോളജ് മതിയായിരുന്നു ജെയിമെയിൻസിന്. അഡ്വാൻസിലേക്ക് എത്തുമ്പോൾ ഫിസിക്കൽ ഇക്വലിബ്രിയം അങ്ങനത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സാധനം ശരിയാണോ എന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടും. ശരി, അത് നമ്മൾ മനസ്സിലാക്കിയ സംഗതികൾ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ ഓർഗാനിക് എത്തുമ്പം അത്ര മെക്കാനിസം ജെയിമെയിനിൽ അങ്ങനെ ആവശ്യം വരില്ല. ഡയറക്റ്റ് റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ മെക്കാനിസംസ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് സെറ്റാക്കണം. ഇൻഓർഗാനിക് NCERT ബേസ്ഡ് ആണ് സാധാരണ വരില്ല അഡ്വാൻസിന്. പക്ഷേ ഓരോ പെർട്ടിക്കുലർ ടോപ്പിക്സിന് ചിലപ്പോൾ പുറത്തുനിന്ന് വരാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് നോക്കാം. പിന്നെ മാത്സ് പോകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വസ്റ്റ്യൻ വരും. എന്നോട് തന്നെ പറയണം. മാത്തമാറ്റിക്സിന് എങ്ങനെയാ മെയിൻസ് അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ ചേഞ്ച്? ഞാൻ പറയുകയാണെങ്കിൽ വലിയ കൺസെപ്ച്വൽ ചേഞ്ച് ഒന്നും നമുക്ക് പറയാനില്ല. പ്രത്യേകിച്ച് അഡ്വാൻസ് പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ നമുക്കൊരു ഇത്തിരി ഹയർ ലെവൽ ചോദ്യങ്ങൾ ചെയ്തൊന്ന് ശരിക്കാന്നുള്ളതേ ഉള്ളൂ. അതാണ്. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്കൊരു സ്പെഷ്യൽ പേഴ്സൺ ഉണ്ട്. കാരണം നമ്മുടെ എക്സാം കഴിഞ്ഞപ്പോൾ നമ്മുടെ റിവ്യൂ, അതായത് എക്സാമിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ പറഞ്ഞ വീഡിയോസ് ലൈവ് പ്രോഗ്രാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് റിവ്യൂ പറയാൻ വന്നൊരു കൊച്ചുമിടുക്കനാണ് നമുക്ക് ഉള്ളത്. പേരെങ്ങനെയായിരുന്നു പറഞ്ഞാൽ മറന്നുപോയി. മുഹമ്മദ് ഹാനി. മുഹമ്മദ് ഹാനി. കോഴിക്കോട് നിന്നാണ്. ഏത് സെഷൻ എക്സാം ആയിരുന്നു എഴുതിയിരുന്നത്? 24 ഷിഫ്റ്റ് 1 ആണ് എഴുതിയിരുന്നത്. അന്ന് വൈകുന്നേരം റിവ്യൂ പറയാൻ വന്ന് ഓർക്കുന്നുണ്ടോ? അപ്പൊ അന്നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്നുണ്ടോ? എക്സാം എളുപ്പമായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോ എത്ര പെർസെന്റേജിൽ എത്തി നിൽക്കുന്നത്? 99.5 എത്തി നിൽക്കുന്നത്. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് 210 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എക്സാം അത്യാവശ്യം മോഡറേറ്റ് ഒരു എക്സാം ആയിരുന്നു അല്ലേ? എല്ലാവരും തന്നെ ആ എക്സാമിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ഓരോ സബ്ജക്ട് വൈസ് പറയുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്? കെമിസ്ട്രിയും ഫിസിക്സും ഞാൻ എഴുതിയ ഷിഫ്റ്റിൽ എളുപ്പമായിരുന്നു. മാത്സ് ലെങ്തി ആയിട്ടുള്ള അത് റിവ്യൂവിൽ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അന്ന് പ്രതീക്ഷിച്ച സ്കോർ തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്? പേഴ്സണലി അല്ല, എനിക്ക് ഇൻകറക്ട്സ് ഉണ്ടായിരുന്നു. ഇൻകറക്ട്സ്, അതായത് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും റിസൾട്ടിൽ നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് അല്ലേ? ഇനി അഡ്വാൻസിലേക്ക്, ഇനിയിപ്പോ നമ്മൾ ആ ഫേസ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അഡ്വാൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അഡ്വാൻസിലേക്ക് പോകുമ്പോഴത്തേനും എന്ത് ചേഞ്ച് ആണ്? മീൻസ് ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസിലേക്ക് പോകേണ്ടവർക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? അഡ്വാൻസിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ ഇൻഡെപ്തിൽ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യണം. പിന്നെ പേഴ്സണലി എനിക്ക് മുമ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാറി ഇപ്പൊ അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യും. അത് തന്നെയാണ് മെയിൻ വ്യത്യാസം. ഇനി നമ്മളങ്ങനെ ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടി നമ്മളൊന്ന് പറയണം. അതായത് എങ്ങാനും ഫേസ് 1 ജെയിമെയിൻസിന് പ്രതീക്ഷ സക്സസ് കിട്ടാത്ത ആൾക്കാരോട് ഫേസ് 1 സക്സസ് ആയ ആൾക്കാർക്ക് പ്രിപ്പറേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മുടെ ഫേസ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഫേസ് 2 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫേസ് 1 പേപ്പേഴ്സ് ആക്ച്വലി അതേ മോഡൽ തന്നെ ആയിരിക്കും കൂടുതൽ ഒരു പരിധി വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്സ് ലെങ്തി ആയിരിക്കും, ഫിസിക്സും കെമിസ്ട്രിയും ഈസി ആയിരിക്കും. കെമിസ്ട്രി NCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നല്ലോണം വരുന്നത്. അങ്ങനെ തന്നെ നോക്കിയാൽ നമുക്ക് ഇപ്പൊ എങ്ങാനും ഒരാൾക്ക് അത്രയും പ്രതീക്ഷ സക്സസ് ആയില്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് പിടിക്കാം അല്ലേ? അപ്പം താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പൊ നമ്മള് വളരെ കുറച്ച് പേരോടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. കാരണം വെച്ചാൽ ഇവര് അഡ്വാൻസിന്റെ പ്രിപ്പറേഷനിലാണെന്ന് നമുക്കറിയാം. ഈ വീഡിയോ എടുത്ത് പോകുന്നതനുസരിച്ച് ആദ്യം ചിരിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മുഖം മാറി പോകുന്നുണ്ട്. കാരണം ഇവർ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള വിലപ്പെട്ട സമയമാണ് നമ്മൾ എടുക്കുന്നത്. മാത്രമല്ല ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി നമ്മുടെ പ്രൊഫസർമാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളോട് പെട്ടെന്ന് പൊക്കോ എന്നൊരു ചിന്ത ഇവർ പറയുന്നുണ്ട്. This is Liberty Hostel signing off. Brilliant Study Center, India's #1 coaching center for NEET and JEE.